200-ലധികം വർഷങ്ങളായി കേരളം കൊണ്ടാടുന്ന ആഘോഷമാണ് തൃശ്ശൂർ പൂരം. മലയാള മാസമായ മേടത്തിലെ പൂരം നാളിലാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. ആദ്യമായി തൃശ്ശൂർ പൂരം നടക്കുന്നത് 1797-ലാണ്. കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാൻ്റെ രക്ഷാധികാരത്തിലാണ് ആദ്യമായി തൃശ്ശൂർ പൂരം സംഘടിപ്പിക്കുന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അധിപനായ ഭഗവാൻ വടക്കുംനാഥനെ തിരുവമ്പാടി, കണിമംഗലം, ലാലൂർ, അയ്യന്തോൾ, നെയ്തലക്കാവ്, പാറമേക്കാവ്, കാരമുക്ക്, ചെമ്പൂക്കാവ്, ചൂരക്കോട്ടുകാവ്, പനമുക്കംപള്ളി എന്നീ 10 ക്ഷേത്രങ്ങളിലെ ദേവതകൾ ഉപചാരമർപ്പിച്ചു വണങ്ങുവാനെത്തുന്നതാണ് തൃശ്ശൂർ പൂരമെന്ന മഹോത്സവം. തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നതിന് മുൻപ് തൃശ്ശൂർ നഗരത്തിലും പരിസരങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളെല്ലാം പോയിരുന്നത് ആറാട്ടുപുഴ പൂരത്തിലായിരുന്നു. ഒരിക്കൽ നിർത്താതെ പെയ്ത മഴയും പേമാരിയും മൂലം തൃശ്ശൂരിൽ നിന്നുള്ള ക്ഷേത്രങ്ങളുടെ പൂരക്കാർ ആറാട്ടുപുഴ പൂരത്തിന് എത്തുവാൻ വൈകിപ്പോയി. ഇക്കാരണത്താൽ അവർക്ക് പൂരത്തിനുള്ള പ്രവേശനാനുമതി നിഷേധിക്കപ്പെടുകയും അപമാനിതരായി മടങ്ങേണ്ടി വരികയും ചെയ്തു. തുടർന്ന് ഈ ക്ഷേത്രങ്ങളുടെ കരപ്രമാണിമാർ ശക്തൻ തമ്പുരാൻ്റെ സമക്ഷത്ത് ചെന്ന് തങ്ങൾക്കുണ്ടായ മാനക്കേടിനെ ചൊല്ലി പരാതി പറയുകയാൽ ഇനി മുതൽ ആരും ആറാട്ടുപുഴ പൂരത്തിന് പോകേണ്ടെന്നും തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തന്നെ പൂരം നടത്താമെന്നും തമ്പുരാൻ കൽപ്പിച്ചു. തമ്പുരാൻ തന്നെ പൂരത്തിൻ്റെ ചിട്ടവട്ടങ്ങളും ചടങ്ങുകളും ചിട്ടപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം കിഴക്കും പടിഞ്ഞാറുമുള്ള കരകളെ 2 സംഘങ്ങളാക്കി തിരിച്ചു. പടിഞ്ഞാറേ സംഘം തിരുവമ്പാടി ക്ഷേത്രത്തിനൊപ്പം ലാലൂർ, അയ്യന്തോൾ, നെയ്തലക്കാവ് എന്നീ ക്ഷേത്രങ്ങളും, കിഴക്കേ സംഘത്തിൽ പാറമേക്കാവിനൊപ്പം ചെമ്പൂക്കാവ്, പനമുക്കുംപള്ളി, ചൂരക്കോട്ടുകാവ്, കാരമുക്ക്, കണിമംഗലം ശാസ്താക്ഷേത്രം എന്നിവരും നിലകൊണ്ടു. വടക്കുംനാഥ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് പൂരം നടക്കുന്നതെങ്കിലും തൃശ്ശൂർ പൂരം വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഉത്സവമല്ല. വാർഷികോത്സവം നടത്താത്ത ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. കൊടിയേറ്റമാണ് പൂരത്തിൻ്റെ പ്രാരംഭ ചടങ്ങ്. തൃശ്ശൂർ പൂരത്തിന് 7 ദിവസം മുൻപാണ് കൊടിയേറ്റം. എല്ലാ ഘടകക്ഷേത്രങ്ങളും ഈ ചടങ്ങിന് സന്നിഹിതരാകും. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം. പൂരത്തിന് ഉപയോഗിക്കപ്പെടുന്ന ചമയങ്ങളെല്ലാം വർഷാവർഷം പുതുതായി നിർമ്മിക്കപ്പെടുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ പുതുതായി നിർമ്മിക്കപ്പെട്ട നെറ്റിപ്പട്ടങ്ങൾ, ആലവട്ടങ്ങൾ, വെഞ്ചാമരങ്ങൾ, കുടകൾ, മണികൾ, മറ്റു ചമയങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് കാണുവാനായി സംഘടിപ്പിക്കുന്ന എക്സിബിഷനാണ് ചമയ പ്രദർശനം. കൊടിയേറിയതിൻ്റെ 4ാം നാൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സാമ്പിൾ വെടിക്കെട്ട് തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ പ്രധാന വെടിക്കെട്ടിൻ്റെ ആമുഖമായി നടത്താറുണ്ട്. പ്രധാന പൂരത്തിന് 1 ദിവസം മുൻപാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പനാന വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറന്ന് പൂരവിളംബരം നടത്തുന്നത്. പൂരത്തിനായി മാത്രമാണ് തെക്കേ നട തുറക്കാറുള്ളത്. പിറ്റേന്ന് പുലർച്ചെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പോടെ പൂരം ആരംഭിക്കുന്നു. വടക്കുംനാഥനെ വണങ്ങുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്യാത്ത ഏക പൂരമാണ് കണിമംഗലം ശാസ്താവിൻ്റേത്. അതിനുശേഷം മറ്റു ഘടകപൂരങ്ങളും വന്ന് വടക്കുംനാഥനെ വണങ്ങുന്നു. പിന്നീട് മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും പൂർത്തിയാക്കി പാറമേക്കാവ്, തിരുവമ്പാടി സംഘങ്ങൾ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തെക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് വന്ന് തേക്കിൻകാട് മൈതാനിയിൽ മുഖാമുഖം അണിനിരന്ന് മേളം മുറുകുമ്പോൾ ഇരു കൂട്ടരും പല വർണ്ണങ്ങളിലുള്ള കുടകൾ കൈമാറും. വർണ്ണങ്ങൾ കൊണ്ട് കണ്ണഞ്ചുന്ന കുടമാറ്റവും കഴിഞ്ഞ് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ എല്ലാ പൂരങ്ങളും സമാപിക്കുന്നു. അതിനുശേഷം 7ാം ദിവസം വെളുപ്പിനാണ് പ്രശസ്തമായ തൃശ്ശൂർ പൂരം പ്രധാന വെടിക്കെട്ട് നടത്തുന്നത്. 7ാം ദിവസത്തെ പകൽ പൂരവും വെടിക്കെട്ടും കഴിഞ്ഞ് ഘടകപൂരങ്ങളെല്ലാം ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് അവസാനമായി. എത്ര തവണ കണ്ടാലും മതിവരാത്ത ദൃശ്യശ്രവ്യ അനുഭവമാണ് ആസ്വാദകർക്ക് തൃശ്ശൂർ പൂരം.